BLM, Kerala, Tamil Nadu, Pondicherry. സംസ്ഥാനത്തെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ സമഗ്രമായ വളർച്ചയ്ക്കായി തിരുപ്പതി മോഡൽ ക്ഷേത്ര വികസന പദ്ധതി പ്രഖ്യാപിച്ച് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ UDF സർക്കാരിന്റെ ഒന്നാം ബജറ്റിലാണ് ഭക്തജനങ്ങൾ ഏറെ എത്തുന്ന പ്രധാന ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളുള്ളത്. തിരക്കേറിയ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിയ ക്ഷേത്രങ്ങളിൽ ഭക്തർക്കുള്ള സൗകര്യങ്ങളും വികസനവും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനാണ് പുതിയ മാതൃക സ്വീകരിക്കുന്നത്. ഈ 3 പ്രമുഖ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഒന്നാം ഘട്ടത്തിൽ തിരുപ്പതി മോഡൽ ക്ഷേത്ര വികസനത്തിനായുള്ള പ്രത്യേക പദ്ധതി നടപ്പാക്കുക. തീർത്ഥാടകർക്കായുള്ള സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിൽ ഈ പദ്ധതി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇതിനൊപ്പം തന്നെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ സ്മാരക കേന്ദ്രം രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ അറിയിച്ചു. അതേസമയം ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കാവുകളും കുളങ്ങളും നവീകരിക്കുന്നതിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വത്തിനുള്ള വാർഷിക വിഹിതത്തിനായി 5 കോടി രൂപ വകയിരുത്തി. മലബാർ ദേവസ്വം ബോർഡിന് മറ്റ് ദേവസ്വങ്ങളെ പോലെ കൂടുതൽ അധികാരം നൽകും. ഇതിനായി ചട്ടങ്ങൾ രൂപീകരിക്കും. ആറന്മുള പള്ളിയോടങ്ങൾക്ക് നവീകരിക്കുന്ന ഗ്രാന്റ് 10,000 രൂപയിൽ നിന്ന് 15,000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കലാണ് 1 കോടി രൂപയും തൃശൂരിലെ തേക്കിൻകാട് മൈതാനം നവീകരിക്കാൻ 10 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അതേസമയം ബജറ്റിലെ മറ്റു പ്രധാന പ്രഖ്യാപനങ്ങളും നോക്കാം. ക്ഷേത്ര വികസനത്തിനൊപ്പം വിദ്യാഭ്യാസം, സ്ത്രീക്ഷേമം, സാമൂഹിക സുരക്ഷ എന്നിവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ പേരിൽ ആന്റി റാഗിംഗ് പദ്ധതി, പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ SFI നേതാക്കളുടെ റാഗിങ്ങിനെ തുടർന്ന് മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ ഓർമ്മയ്ക്കായി പ്രത്യേക ആന്റി റാഗിംഗ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാമ്പസുകളിലെ റാഗിംഗ് പൂർണ്ണമായി തടയാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പദ്ധതി. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിനായി 78 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.